എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നാളെ നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മാർക്കറ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ഒരു സന്തോഷമൊന്നുമല്ല ഈ കഴിഞ്ഞ 1.5 മാസമായിട്ട്, അതായത് ജനുവരി ഇതുവരെയും ഡിസംബർ പകുതിയോടുകൂടിയും പകുതിക്ക് ശേഷം തുടങ്ങിയ ആ ഒരു മന്ദഗതി ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ചും ഇവിടെ എടുത്തു പറയാനുള്ളത് FIErsൻ്റെ ഷെല്ലിംഗ് മോഡ് തന്നെയാണ്. ഇനി വരുന്ന ആഴ്ച എന്തൊക്കെയാണ് മാർക്കറ്റിൽ, ഏതൊക്കെ ഇവൻസുകളാണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. കഴിഞ്ഞ ഡിസംബർ പകുതി മുതൽക്ക് തന്നെ വളരെയധികം ഡിഫിക്കൽട്ടായ അവസ്ഥയിൽ കൂടിയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നല്ലോ. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള മൂവ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ റിട്ടേൺസ് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയാം. ചില സമയങ്ങളിൽ വോളറ്റൈലിറ്റി, മറ്റു നേരങ്ങളിൽ സൈഡ് വേ എന്നിവയിലൂടെയായിരുന്നു മാർക്കറ്റ് കൂടുതലും. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുക എന്നാണ് വിചാരിക്കുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ 23,043 നിഫ്റ്റി ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 23,203 ക്ലോസ് ചെയ്തത്. ഏകദേശം 108 പോയിൻറ്റിൻ്റെ മൈനസിലാണ് വെള്ളിയാഴ്ച ട്രേഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവയിൽ മാത്രമാണ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബൈയിങ് പ്രഷറിങ്ങിൽ കാണാൻ കഴിഞ്ഞത്. വ്യാഴാഴ്ച വൈകുന്നേരം US മാർക്കറ്റ് സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവായിരുന്നു. അത് വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. IT കമ്പനിയായ ഇൻഫോസിസിൻ്റെ റിസൾട്ട് വന്നു ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗാണ് അതിലും കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ FIErs ഞാൻ പറഞ്ഞല്ലോ, കണ്ടിന്യൂ ആയിട്ടുള്ള സെല്ലിംഗ് സൈഡിൽ തന്നെയാണ്. ഇതുവരെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അവർ ഏകദേശം 44,396 കോടി രൂപയുടെ ഷെയറുകളാണ് ഈ ജനുവരി മാസം മാത്രം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് സെൽ ചെയ്തിരിക്കുന്നത്. അവരുടെ കണ്ടിന്യൂ ആയിട്ടുള്ള ഈ സെല്ലിങ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു പാനിക്കിന് കാരണമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അടുത്ത ആഴ്ചയും മാർക്കറ്റ് കൂടുതലും ഒരു ഇവൻ്റ് ബേസ്ഡ് ആയിരിക്കും മൂവ്മെൻ്റ് ഉണ്ടാകുക. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഷെയറുകളിൽ ഈ ആഴ്ച റിസൾട്ടുകൾ വരാനുണ്ട്. മറ്റൊരു വലിയ ഇവൻ്റ് ആയിട്ടുള്ളത് ട്രംപിൻ്റെ 47ാമത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ് എന്നുള്ള ആ ഒരു പദവി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം അയാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യ ദിവസങ്ങളിൽ തന്നെ ട്രംപ് 100ലധികം കോൺട്രാക്റ്റുകളിൽ ഒപ്പുവെക്കുകയും പ്രധാനപ്പെട്ട മറ്റ് പദ്ധതികളെല്ലാം തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അതുപോലെ ട്രംപിൻ്റെ പദവി ഏൽക്കൽ ഈ ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയായിരിക്കും. മറ്റൊന്ന് ബജറ്റാണ്. നമ്മുടെ ഇന്ത്യൻ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഊഹാപോഹങ്ങളും മാർക്കറ്റിനെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. അതേപോലെ Q3 റിസൾട്ടുകളാണ്. റിലയൻസ് അടക്കമുള്ള കമ്പനികളുടെയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഈ ആഴ്ചയും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് റിസൾട്ടുകളാണ് വരാനുള്ളത്. അതിൽ HDFC ബാങ്ക് വരാനുണ്ട്, സൊമാറ്റോ, IDBI, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ടാറ്റ ടെക്നോളജി, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഹെഡ്കോ, അദാനി ഗ്രീൻ എനർജി, അതുപോലെ ഡോക്ടർ റെഡ്ഡീസ്, DLF, ഇൻഡിഗോ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇനി വരാനിരിക്കുന്നത്. തിങ്കളാഴ്ച, അതായത് നാളെ ഡിക്സൺ ടെക്നോളജിയുടെ റിസൾട്ട് വരുന്നുണ്ട്. IOB, Paytm, L&T ഫിനാൻസ്, ഒബ്രോയ് റിയാലിറ്റി, സൊമാറ്റോ എന്നീ കമ്പനികളുടെ റിസൾട്ട് നാളെയാണ്. അതുപോലെ UK അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ ചൊവ്വാഴ്ച വരാനിരിക്കുകയാണ്. HDFC ബാങ്കിൻ്റെ റിസൾട്ട് ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു. ബുധനാഴ്ച വരും. അതുപോലെ യൂറോപ്പിൽ നിന്നുള്ള കൺസ്യൂമർ കോൺട്രാക്റ്റ് ഡാറ്റയും അന്ന് തന്നെയാണ് വരിക. അതുപോലെ തന്നെ US നിന്നുള്ള ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് വരാനുണ്ട്. UK മാനുഫാക്ചറിങ് PMI വരാനുണ്ട്. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റിസർവ് ഡാറ്റ വരുന്നുണ്ട്. മൊത്തത്തിൽ വരുന്ന ആഴ്ചയും ഗ്ലോബൽ ഇവൻറ്റ്സുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു വോളറ്റൈലിറ്റി പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രധാനമായും FIErsൻ്റെ ഭാഗത്തു നിന്ന് അവർ എല്ലാ സെഗ്മെൻറ്റിലും സെല്ലിംഗ് മോഡിലാണ് എന്നുള്ളതാണ് ആശങ്കയ്ക്ക് വഴിവെക്കുന്നത്. ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷനിലും എല്ലാം തന്നെ സെല്ലിംഗ് സൈഡ് തന്നെയാണ് അവരുള്ളത്. എന്നാൽ നമ്മുടെ DIers 2,572 കോടി രൂപയുടെ ബയ്യിങ്ങാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ അത് മാർക്കറ്റിൽ പ്രയോജനം ചെയ്തിട്ടില്ല. മാർക്കറ്റിൽ അതിൻ്റെ എഫക്റ്റ് കാണുന്നില്ല. സെല്ലിംഗ് സൈഡിലേക്ക് പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഡോളർ സ്ട്രെങ്ത്തായി വന്നുകൊണ്ട് തുടർന്നിരിക്കുകയാണ്. മാത്രമല്ല ബോൾഡ് ചെയ്ത് വളരെ ശക്തമാണ് അവരുടെ
അതുകൊണ്ടായിരിക്കാം പിൻവലിയാനുള്ള പ്രധാന കാരണം എന്ന് കരുതുന്നത്. പക്ഷേ ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. ഇതിനു മുമ്പും ഇതുപോലെയുള്ള സെല്ലിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ വെള്ളിയാഴ്ചയും US മാർക്കറ്റും ഗിഫ്റ്റ് നിഫ്റ്റിയും ഒക്കെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡോ ജോൺസ് ഏകദേശം 330 പോയിൻറ്റിൻ്റെ പോസിറ്റീവിലാണ്. അതേപോലെ FTSയിലും ഡാക്സും ഒക്കെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരുന്ന ആഴ്ചയും വളരെയധികം ശ്രദ്ധാപൂർവം നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ ലെവലുകളിൽ ട്രേഡ് ആയിട്ടുണ്ടോ, നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആദ്യമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച സെൻസെക്സ് നോക്കാം. സെൻസെക്സിൽ 76,880 താഴെയാണ്. നോക്കൂ, 76,880 താഴെയാണ് നമ്മളൊരു ഡൗൺ സൈഡിലേക്ക് പറഞ്ഞിരുന്നത്. അത് ഇതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 9:15 തന്നെ. 9:15 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്കിതിൽ എത്രത്തോളം ആക്റ്റീവായിട്ട് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള അറിയില്ല. അത് തീർച്ചയായും അത് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് 76,460 താഴെ എൻട്രി ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനു മുമ്പ് ഓക്കെ, മുകളിലേക്ക് പോയിട്ടില്ലല്ലോ. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡൗൺ സൈഡിലേക്ക്. പക്ഷേ നെക്സ്റ്റ് വീണ്ടും ഇത് റിക്കവർ ചെയ്തു. അതുകൊണ്ട് നമുക്ക് സെൻസെക്സിൽ വെള്ളിയാഴ്ച എൻട്രി ലഭിച്ചിട്ടില്ല. ബാങ്ക് നിഫ്റ്റി പരിശോധിക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 1 അവർ ടൈം ഫ്രെയിമിൽ പറഞ്ഞത് 49,030 താഴെയാണ്. 1 അവറിലും 15 മിനിറ്റ്സിലും ഡൗൺ സൈഡിലേക്ക് പറഞ്ഞത്. നമുക്ക് അതിലും എൻട്രി ലഭിച്ചിട്ടില്ല. കാരണം അതിനും താഴെയാണ് ഓപ്പൺ ചെയ്തത്. മുകളിലേക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിലും നമുക്ക് ഇത് 1 അവറാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കുമ്പോൾ 23,270 താഴെയാണ് എൻട്രി പറഞ്ഞിരുന്നത്. നോക്കൂ, നമുക്ക് ലഭിച്ചിട്ടില്ല. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിലും നോക്കൂ, ഇവിടെ ലഭിച്ചിട്ടില്ല. ഇനി വേണമെങ്കിൽ മാറ്റി നോക്കാം. മുകളിൽ സൈഡിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇല്ല. അപ്പോൾ നമുക്ക് 3 ഇൻഡെക്സുകളിലും വെള്ളിയാഴ്ച എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, നമുക്കത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ തിങ്കളാഴ്ചയാണ് എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡിങ്ങിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും 1 അവർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. ഏകദേശം നമ്മൾ പറഞ്ഞ 22,000 22,500 ആ ലെവലുകളിലേക്കൊക്കെ എത്താറായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് തോന്നുന്നു നമ്മുടെ ഒരു വീഡിയോയിൽ ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ഇനി 23,100 സപ്പോർട്ട് എടുത്തിട്ട് പോകും എന്നുള്ളത് പറഞ്ഞിരുന്നു. അതേസമയം അതിനും താഴെ വരികയാണെങ്കിൽ 22,000 22,500 അകത്ത് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് പോകാനാണ് സാധ്യത എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ 23,040 താഴെ നമുക്ക് എൻട്രി എടുത്ത് വരാം. അപ്പ് സൈഡിലേക്ക് 23,400 മുകളിൽ അപ്പ് സൈഡിലേക്കും 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 15 മിനിറ്റ്സിലേക്ക് മാറ്റണം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ ഡൗൺ സൈഡിൽ നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കാവുന്നതാണ്. 23,140 താഴെ. പക്ഷേ അവിടെ നിന്ന് എൻട്രി എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു സപ്പോർട്ട് നമുക്ക് ഇവിടെ ആക്റ്റ് ആവും. 40 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ. നമുക്കതുകൊണ്ട് ഇവിടെ നിന്ന് വേണ്ട, ഇവിടെ നിന്ന് മതി. കുറച്ച് വെയിറ്റ് ചെയ്യാം. 23,100. ഓക്കെ, 23,100 താഴെ. 23,100 എന്നുള്ളത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ ഇതെന്തായാലും ക്ലോസ് ചെയ്യട്ടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. അപ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എടുത്തു പോകാം. അതേസമയം അപ്പ് സൈഡിലേക്ക് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് എടുക്കാം. അതാണ് നല്ലത്. 23,290 മുകളിൽ അപ്പ് സൈഡിലേക്കും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്ത ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം താഴത്തേക്ക് വന്നു. നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ 49,040 മുകളിൽ എടുത്തു പോകാം. 1 അവർ ടൈം ഫ്രെയിമിലാണ് കേട്ടോ. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് എടുത്തു പോകാം. ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഇവിടെ നിന്നും 48,230 താഴെ
1 അവർ ടൈം ഫ്രെയിമിലും 15 മിനിറ്റ്സിലും നമുക്ക് അവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി 15 മിനിറ്റ്സിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അപ്പ് സൈഡിലേക്ക് ഏതാണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് നോക്കാം. ഡൗൺ സൈഡിലേക്ക് ഇവിടെ നിന്ന് തന്നെയാണ് 2 ടൈം ഫ്രെയിമിലും. അപ്പ് സൈഡിലേക്ക് നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി ഉണ്ട്. അങ്ങനെ 48,810 മുകളിൽ എൻട്രി എടുത്താൽ നമുക്ക് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെയാണുള്ളത്. ഓക്കെ, 200 പോയിൻറ്റിന് മുകളിൽ ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിൽ 48,815 മുകളിലും നമുക്ക് എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അടുത്തത് സെൻസെക്സ് ആണ്. സെൻസെക്സിലേക്ക് വരുമ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ ഇതിന് താഴെ 76,240 താഴെ എൻട്രി എടുത്താൽ മതി. 1 അവർ ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്ക് നമുക്ക് ഈ ഒരു സ്വിങ്ങിൽ നിന്നും എടുത്തു പോകാം. 77,160 മുകളിൽ 15 മിനിറ്റ്സിൽ 76,980 മുകളിൽ എൻട്രി എടുത്താൽ 150ഓളം പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് റെസിസ്റ്റൻസിന്. അപ്പോൾ ഇവിടെ നിന്നും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം. സെൻസെക്സിൽ 76,980 മുകളിൽ. ഡൗൺ സൈഡിലേക്ക് ഇവിടെ നിന്നാണ് ഒരു എൻട്രി ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടിനുള്ള ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ അതും ഒരു 150 പോയിൻറ്റിന് മുകളിലുണ്ട്. അപ്പോൾ 76,460 താഴെ ഡൗൺ സൈഡിലേക്കും എൻട്രി എടുക്കാവുന്നതാണ്. സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെയും വാച്ച് ചെയ്യാം. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളിലും നിങ്ങൾ കറക്റ്റായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് വെയിറ്റ് ചെയ്യുക. ഏത് ടൈം ഫ്രെയിമിലാണോ നിങ്ങൾ ട്രേഡ് എടുക്കാൻ നിൽക്കുന്നത് ആ ടൈം ഫ്രെയിം ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം എൻട്രി എടുത്ത് പോവുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.